നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ബബിതയും കൃഷ്ണമോളും കൂടെ അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോൾ വേലക്കാരി സുനിതയെ കൊണ്ട് ഓരോ ജോലികളൊക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബബിതയ്ക്കും കൃഷ്ണമോളും ഒട്ടും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം തങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നുമല്ല ഉണ്ടാക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല എന്തോ പയറ് മെഴുക്കൂട്ടിയും കാര്യങ്ങളൊക്കെയാ. ഇറച്ചിയും മീനും ഒന്നുമില്ല, അത് വേണമെങ്കിൽ നാളെ വാങ്ങിപ്പിക്കാന്നൊക്കെയാണ് ഭൈജയുടെ ഓർഡർ. അപ്പോഴേക്കും കൃഷ്ണമോള് ബബിതയോട് പറഞ്ഞു, ബബിതേച്ചി എന്തോ നമ്മളെ തോൽപ്പിക്കാണെന്ന മട്ടിലാന്ന് തോന്നേ. അമ്മയുടെ ചിന്താപ്രവർത്തികൾ കണ്ടില്ലേ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കണം. ബബിത പറഞ്ഞു, അത് ശരിയാ, അതെനിക്കും തോന്നി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. നമുക്കൊന്നും അടുക്കള കയറി ഉണ്ടാക്കാനും പറ്റില്ല. എന്തേലും ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കുറ്റമാണ് താനും. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിച്ചു. അത് ശരിയാണല്ലോ. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം, അച്ഛനെ കൂടെ വിളിക്കാം. അച്ഛനോട് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് കഴിക്കാനായിട്ട്. അങ്ങനെ അവരുടെ തീരുമാനം എടുത്തു. നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. എന്താ രണ്ടാളും കൂടെ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചു. അതെ, നമുക്കിന്ന് പുറത്തു പോയി ഫുഡ് കഴിച്ചാലോ അച്ഛാ? അതെന്ത് പറ്റിയെന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാനായിട്ട്? എന്തോ പുറത്ത് പോയി ഫുഡ് കഴിക്കണം എന്നൊരു തോന്നൽ. പിന്നെ ഇവിടെ ആ ജോലിക്കാരെ ഉണ്ടാക്കിക്കുന്നത് ഞങ്ങൾക്കാണ് അത് ഒട്ടും അങ്ങോട്ട് പിടിക്കണില്ല എന്ന് ബബിത പറഞ്ഞു. ആഹാ, ദേ നിന്റെയൊക്കെ അമ്മ ഏർപ്പാടാക്കിയ ജോലിക്കാരിയാ എൻ്റെ അച്ഛാ. അവരുണ്ടാക്കുന്ന ഫുഡൊന്നും ഒരു ടേസ്റ്റും ഇല്ല. അലീന ചേച്ചി എന്ത് ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ. അലീന ചേച്ചി ആ റെസിപ്പിയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. ഞങ്ങൾ അത് കയറി അടുക്കള കയറി ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അമ്മ പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിച്ചോണം. നിങ്ങളുടെ അമ്മയുടെ സ്വഭാവമല്ലേ, അതിനിപ്പം 12 കൊള്ളിട്ടാലും നിവരാൻ പോകുന്നില്ല, ഒരു മാറ്റം വരുന്നില്ല. നിങ്ങളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, പട്ടിയുടെ പാല് 12 കൊള്ളിട്ടാലും നിവരില്ലാന്ന് എന്ന് പറഞ്ഞോലെ. കൃഷ്ണമോള് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, അച്ഛനൊന്ന് പറ. ബെസ്റ്റ് ഞാൻ പറയാനായിട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവള് നന്നാവും തോന്നുന്നുണ്ടോ? അപ്പോൾ അത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത് ഉണ്ടായിരുന്നില്ല. എങ്കിൽ ശരി ആയിക്കോട്ടെ, നിങ്ങൾ റെഡി ആയിക്കോ, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ബബിതയും കൃഷ്ണമോളും കൂടെ റെഡിയാവാനായിട്ട് പോയി. ആ സമയത്ത് അലീന മുറിയിലിരിക്കുമ്പോഴത്തേനും അവത് കുടിച്ചാൻ അങ്ങോട്ട് വന്നു. അല്ല മോള് വല്ല തിരക്കിലാണോ? എന്ത് തിരക്ക്? എനിക്കൊരു തിരക്കുമില്ല വല്യപ്പച്ച. ഇവിടെ ആകെപ്പാടെ ഞാൻ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞാൽ ഒരു ചായ വെക്കുന്നു, അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ സമയത്ത് കൈ കഴിക്കുന്നു. ആകെപ്പാടെ ബോറടിക്കാൻ തുടങ്ങി. ആണോ, നമുക്കൊരു കാര്യം ചെയ്യാം, ബാ പുറത്തൂടെയൊക്കെ നടക്കാമെന്ന് പറഞ്ഞ് അലീനയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നായക്കൂടിനരിയിൽ കൂടെ അതുപോലെ തന്നെ പ്രാവിൻ്റെ കൂടിനരിയിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് അത് കുടിച്ചാലും വാദോരാതെ സംസാരിക്കുന്നുണ്ട്. അലീനയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ തന്നോടൊപ്പം ഒരാൾ സംസാരിക്കുന്നത്. അത് അവത് കുടിച്ചാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോഴേക്കും അലീന ചോദിച്ചു, അല്ല വല്യപ്പച്ച, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്ത്? അതെ, മുമ്പ് മുതൽ വല്യപ്പച്ചൻ്റെ മോൻ്റെ സ്വഭാവം ഇതായിരുന്നോ? എന്ന് വെച്ചാൽ അല്ല ഇങ്ങനെ ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ. എന്ത് പറയാൻ എൻ്റെ മോളെ, അവൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോഴും ദേഷ്യമായിരിക്കും. ചിലപ്പോൾ നമ്മൾ സ്നേഹത്തോടെ അങ്ങോട്ട് ഇടപെടാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കടിച്ചു കീറാനായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറി വരും. അവനൊരു കഴിവായിരുന്നു പറഞ്ഞു. ഈ വല്യപ്പച്ചനെ മോനല്ലേ? വല്യപ്പച്ചൻ്റെ സിംഹം അല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഓഹോ, അപ്പം നീ എന്നെ കിട്ട് പണി തരുന്നല്ലേന്ന് ചോദിച്ചു. അങ്ങനൊന്നുമില്ല വല്യപ്പച്ച, ഞാൻ അങ്ങോട്ട് വെറുതെ പറഞ്ഞെന്നുള്ളൂ. അല്ല നമുക്ക് ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാ. അവൻ്റെ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങാനും അതിനകത്ത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെ തീർന്നു. അലീന പറഞ്ഞു, എനിക്ക് മനസ്സിലായി. എനിക്ക് കത്തി ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ വല്യപ്പച്ച, പപ്പായ്ക്കാണെങ്കിൽ അത് ഉപയോഗിച്ച് അന്നെ കഴിക്കണം. അടുത്ത ദിവസം മുതലാട്ടെ ഞാനത് മാറ്റിയെടുക്കുന്നുണ്ട്. എന്ത്? മിക്കവാറും അവൻ നിന്നെ മാറ്റും. പക്ഷേ എന്നാലും കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞു. വല്യപ്പച്ച, എൻ്റെ സ്വഭാവം വല്യപ്പച്ചന് അറിയത്തില്ലാത്തതുകൊണ്ടാ. അപ്പോഴേക്കും അത് കുടിച്ച് ഞാൻ പറഞ്ഞു, ചിന്നമ്മോ എനിക്ക് നിന്നെ അറിയാം, പക്ഷെ അവൻ്റെ അടുത്ത് ഒരു വേലത്തോളം നടക്കില്ല. എന്തേലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. ഇപ്പം മോളുടെ അടുത്തായതുകൊണ്ട് എത്രയെങ്കിലും ജോലിക്കാരിയൊക്കെ വിറപ്പിച്ച് നിർത്തുന്ന കാണണം. ചില സമയത്ത് നമ്മൾ പോലും ഭയന്നു പോകും. എമ്മാതിരിയല്ലേ? അല്ല വല്യപ്പച്ചനപ്പം രണ്ടാം പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്നെയും ചീത്ത പറയും. കുഞ്ഞൊന്നും അല്ലല്ലോ, മുമ്പൊക്കെ ആയിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ലല്ലോ, നമുക്ക് വയസ്സും പ്രായമൊക്കെ ആയല്ലേ. അപ്പം പല്ല് കൊഴിഞ്ഞ സിംഹം അല്ലേന്ന് ചോദിച്ചു. അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. മനസ്സിലായെന്ന് പറഞ്ഞു. വല്യപ്പച്ചൻ കണ്ടു, നമുക്കേ പപ്പയുടെ സ്വഭാവമൊക്കെ ഒന്ന് അടിമുടിയെ മാറ്റിയെടുക്കണം. അധികം വൈകാതെ ഞാനത് ചെയ്യും. എങ്കിൽ ശരി, മോളോടൊപ്പം ഞാനും ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? വല്യപ്പച്ചനും മോളും കൂടെ കൈ കൊടുക്കുക.
കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അലീനയുടെ ഫോണിലേക്ക് മനുശങ്കരുടെ കോള് വരുന്നത്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം മനുവിൻ്റെ കോള് വരുന്നു, പിന്നെ കടപ്പാട്ടിരുന്നൊക്കെ അല്ലെങ്കിൽ കോള് വിളിക്കുമ്പോഴത്തേനും അലീനയ്ക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നലും കാര്യങ്ങളും വരും. അങ്ങനെ കോള് എടുത്തുകൊണ്ട് അലീന മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും മനു ചോദിച്ചു, നീ തിരക്കിലായിരുന്നോ? എന്ത് തിരക്ക്? എനിക്കിവിടെ ഒരു ജോലിയില്ല. ഓ, ഇപ്പം അങ്ങോട്ട് രാജകുമാരിയായിട്ടായിരിക്കുമല്ലോ ജീവിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല മനുവേട്ടാ, എനിക്ക് രാജകുമാരി വേണ്ട. എനിക്ക് അവിടുത്തെ ആ കടപ്പാട്ടിലെ വേലക്കാരി ആവുന്നതായിരുന്നു ഇഷ്ടം. അതെന്ത് പറ്റി? ഓ, ഇവിടെ എല്ലാത്തിനും ഓരോ പട്ടാളച്ചിട്ടയും കാര്യങ്ങളൊക്കെയാ. ഓ, അങ്ങനെയാണല്ലേ. അപ്പം നിനക്ക് അവിടെ പിടിച്ചു വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനുവേട്ടൻ അറിയാലോ, എന്നെ അങ്ങനെ ഒരു മുറിയിലിട്ട് അടച്ചു വെക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാന്ന്. എനിക്കിങ്ങനെ എല്ലാത്തോടത്തോടും ഇറങ്ങി നടക്കണം, എല്ലാ ജോലികളും ചെയ്യണം. അതെ, കുറച്ച് നാളിങ്ങനെ ഒന്ന് അടങ്ങിയിരിക്കുക. ഇത്രയും നാളും കിടന്ന് ഓടി അലഞ്ഞല്ലേ. കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇപ്പം റെസ്റ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. എപ്പോഴും ഇരിപ്പും കിടപ്പൊക്കെ തന്നെയാ. അല്ല, അവരെല്ലാവരും നിന്നോട് സ്നേഹത്തോടെയാണോ പെരുമാറുന്നത്? സ്നേഹത്തോടെ എന്ന് പറഞ്ഞാൽ ജോലിക്കാർക്കൊക്കെ ഒരു വിധേയത്വമുണ്ട്. പപ്പായുടെ സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാ. പപ്പ ഭയങ്കര കണിശക്കാരനാ, ഭയങ്കര ഡിസിപ്ലിനാ. എന്ത് കാര്യത്തിനും ഭയങ്കര ഡിസിപ്ലിനാ. പറയുന്നത് നമ്മൾ അനുസരിച്ചോണം, അല്ലെങ്കിൽ പിന്നെ അത് മതി അതിൻ്റെ വക. അപ്പം അങ്ങനെയൊക്കെയാണോ അവിടെ? അപ്പം നീ എങ്ങനെ അവിടെ നിൽക്കുന്നു? ഓ, ഇപ്പം വെല്ലിപ്പിച്ചൻ വന്നിട്ടുണ്ടെന്നേ. നിന്നെ ഓടിക്കാൻ വേണ്ടി വന്നു പറഞ്ഞാണോ? അതെ, ഓടിക്കാനൊക്കെ വേണ്ടി വന്നാ. പിന്നീട് ആ കഥ അലീന മനുവിനോട് പറയാം. പക്ഷേ വന്നതുപോലെ തന്നെ വെല്ലിപ്പിച്ചൻ ഒതുങ്ങിപ്പോയി. ആദ്യത്തെ ദിവസം എന്നോടൊന്ന് കാര്യങ്ങളൊക്കെ തിരക്കി. പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ ഭയങ്കര കൂട്ടായി. ഇപ്പം എപ്പോഴും എൻ്റെ അടുത്ത് വരും, ചിന്നമോദം വിളിച്ചുകൊണ്ട് സംസാരിക്കും. അത് കൊള്ളാലോ. അപ്പം നീ മൂപ്പിലാനെ കയ്യിലെടുത്തില്ലേ? അങ്ങനൊന്നും ഇല്ല മനുവേട്ട, അറിയാലോ മനുവേട്ടൻ. അതെ, നിന്റെ അടുത്ത് പിന്നെ ആരാ വീഴാതിരിക്കുന്നേ? അത് കേട്ടപ്പോൾ അലീന ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുത്. കടപ്പാട്ട് വീട്ടിൽ ഓ, അത് പിന്നെ ആൻറ്റിയല്ലേ. ആൻറ്റിയുടെ സ്വഭാവം മാറാൻ പോകുന്നൊന്നുമില്ല. അത് നീ ഇനിയിപ്പം മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട. അതിപ്പോൾ സാക്ഷാൽ ദൈവം തമ്പുരാമെന്ന് ഇറങ്ങി വന്ന് പറഞ്ഞാലും ആൻറ്റി മാറാൻ പോകുന്നില്ല. മാറാനായിരുന്നേ പണ്ടേ മാറിയാനും. ആരൊക്കെ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടായോ? അലീന പറഞ്ഞു, ചിലപ്പം മാറുമായിരിക്കും. മാറും. എന്നെങ്കിലും ഒരു ദിവസം സത്യങ്ങൾ അറിയുവാണെങ്കിൽ ചിലപ്പം മാറിയെന്നിരിക്കും. അല്ലെങ്കിൽ ഒരു മാറ്റം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അങ്ങനെ മാറാനാണെങ്കിലേ ആൻറ്റി പണ്ടേ മാറിയാലും. ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മാറിയോ? എന്നിട്ടും മാറിയില്ലോ. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് മനുവേട്ട വിശേഷങ്ങൾ? ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അങ്ങനെ തന്നെ പോകുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ ഹരിയുടെ ജാമ്യത്തിന് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ഒന്നും ശരിയായിട്ടില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അലീന പറഞ്ഞു, അതെനിക്കറിയാം മനുവേട്ട. എന്നോടും ദേഷ്യം കാണുമായിരിക്കുമല്ലോ മനുവേൻ്റെ അമ്മയ്ക്കൊക്കെ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എന്ത് പറഞ്ഞാലും അവസാനം അതിലെ വന്ന് കലാശിക്കുള്ളൂ. അല്ല, നിനക്കവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ഇങ്ങോട്ടൊന്നും വരാൻ തോന്നില്ലേ? വരാൻ തോന്നണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഭവിതയും കൃഷ്ണമോളെ രോത്തിനെ എല്ലാവരും കാണുന്നുണ്ട് മനുവേട്ട. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് അങ്ങനെ വരാൻ പറ്റുമെന്നൊന്നും തോന്നില്ല. ഇവിടുത്തെ പപ്പായ്ക്ക് അങ്ങനെ വിടുന്നൊന്നും ഇഷ്ടമില്ലാന്ന് തോന്നേ. അത് കേട്ടപ്പോൾ മനുഷ്യങ്ങൾ എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഇവിടേക്കോ? പിന്നല്ലാതെ ഈ കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലം അങ്ങ് അമേരിക്കയിലൊന്നും അല്ലോ. വണ്ടി എടുത്തോണ്ട് വന്നാൽ പോരെ. മനുവേട്ടൻ പറഞ്ഞ എന്നാ തള്ളി മറിക്കണോ? അതോ എന്നെ കളിയാക്കുന്നതാണോ? അങ്ങനൊന്നും അല്ലാന്നേ ഞാൻ പറഞ്ഞ എന്നൊക്കിങ്ങനെ മനുശങ്കർ പറഞ്ഞു. അങ്ങനെ കുറേ സമയം അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ തോന്നി. തൻ്റെ മനസ്സിൽ എന്തോ ഒരു ഇതുള്ള പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. കാരണം അലീന മനുശങ്കരെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് കുട്ടികൾ രണ്ടുപേരും ഭവിതയും കൃഷ്ണമോളും കൂടെ ഒരുങ്ങി ഇറങ്ങി ഹാളിലേക്ക് വരുവാണ്. അപ്പോഴാണ് വൈജയന്തി അങ്ങോട്ട് ചെല്ലുന്നത്. അല്ല, നിങ്ങളിതെങ്ങോട്ടാ ഒരുങ്ങിയിട്ട് ഈ സമയത്ത്? ഞങ്ങൾ പുറത്തു പോവാ. പുറത്തു പോകാനോ? പുറത്തെന്തിനു പോകുന്നേ? പുറത്തെന്തിനാ പോണെന്ന് ചോദിച്ചാൽ പുറത്ത് പോയി ഫുഡ് കഴിക്കാനെന്ന് ചാടി ഭവിത പറഞ്ഞു. പുറത്ത് പോയി ഫുഡ് കഴിക്കാനോ? അപ്പം ഇവിടെ ഒന്നും ഉണ്ടാക്കുന്ന വേണ്ട നിങ്ങൾക്ക്? പിന്നെ ഇവിടെ എന്തിനാ വേലക്കാരനെ കൊണ്ട് നിർത്തിയിരിക്കുന്നേ? അതെ, അമ്മ തന്നെ കഴിച്ചാൽ മതി. ഇപ്പം ഞങ്ങൾക്ക് പുറത്തുനിന്ന് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രനും കൂടെ ഇറങ്ങി വന്നു. കൃഷ്ണമോള് പറഞ്ഞു, നമുക്ക് പോയാലോ അച്ഛാന്ന് ചോദിച്ചു. ഓഹോ, അപ്പം അച്ഛനും മക്കളും കൂടെ പുറത്തു പോയി കഴിക്കാനല്ലേ? അല്ല, എന്ന് തുടങ്ങി ഈ പുതിയ ശീലങ്ങളൊക്കെ? അല്ല, ബാലേന്ദ്രൻ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പോഴെന്ത് പറ്റി? ഇവരെ കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി അങ്ങ് സൽക്കരിച്ചാലോന്ന്? ഓ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? എനിക്കിട്ടോടെ പണിയല്ലേന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, നിന്നെ തോൽപ്പിക്കാനോ? നിന്നെ തോൽപ്പിക്കാനാണ് ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുപോയി പുറത്ത് പോയി ഫുഡ് മേടിക്കുന്ന
കഴിക്കണേന് അതിന് നിന്റെ ചോദ്യം പറച്ചിലൊക്കെ വേണോ? അതെന്താ എന്നോട് പറയണ്ടേ? ഞാൻ ആരുമല്ലേ? ഓ, നിന്നോട് പറയാനായിട്ട്. അതൊക്കെ പണ്ട്. അതിന് നീ എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിപ്പോലും ഇല്ലല്ലോ. പിന്നെ ഞാനിങ്ങനെ നിന്നോട് പറയണമെന്ന് ചോദിച്ചു. ഒരു നിമിഷം വൈജയന്തി ഞെട്ടലോടെ നോക്കണം. അപ്പം ഞാൻ ആരാ ബാലേന്ദ്ര? ഞാൻ അറിയണ്ടേ കാര്യങ്ങളൊക്കെ? എന്തറിയണോന്ന്? നീ എന്തറിയണോന്നാ? ഒന്നും അറിയണ്ട. നീ അറിയാലോ. അറിയണം പോലും. എവിടെയാണ്ടൊക്കെ തെണ്ടിത്തിരിഞ്ഞ് കയറി വന്നിട്ട് ആരോരും ഇല്ലാത്തൊരു ദിവസം വന്ന് കയറിയിട്ട് പറയുക ഞാനിവിടുത്തെ വലിയ ആളാന്ന്. ബാലേന്ദ്രൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് അടി കിട്ടിയ പോലെയായി. അപ്പോഴേക്കും വൈജയന്തി ദേഷ്യത്തോട് കൂടിയിട്ട് ബബിതയും കൃഷ്ണയൊക്കെ നോക്കുകയാണ്. നീയൊക്കെ കാരണമല്ലേ എങ്ങനെയെന്ന്. ബാലേന്ദ്രൻ പറഞ്ഞു, ഇനി കൂടുതൽ എന്നെ ഭരിക്കാൻ വന്നേക്കല്ലേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ മനസ്സിൻ്റെ കോണി പോലും ഇല്ലെന്ന്. അപ്പോഴേക്കും വൈജയന്തി കൃഷ്ണയോടും ബബിതയോടും ദേഷ്യപ്പെട്ടു. ഇപ്പം നിനക്കൊക്കെ സമാധാനമായല്ലോ, ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന പോരാഞ്ഞിട്ട് പുറത്തു പോയി കഴിക്കാനെന്ന് പറഞ്ഞു ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും കൃഷ്ണമോൾക്ക് ദേഷ്യം വന്നു. അതെങ്ങനെയാ ഇത്തിരി സമാധാനം എന്ന് പറഞ്ഞുണ്ടായിരുന്നു, അതും ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഒരിടത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും ബബിത ചോദിച്ചു, ഇപ്പം സമാധാനമായല്ലോ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് ഇപ്പം സമാധാനമായല്ലോ. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇച്ചിരി സന്തോഷമായിട്ടിരിക്കുന്ന അമ്മയ്ക്ക് കാണത്തില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ബബിതയും ദേഷ്യപ്പെട്ട് പോകുമ്പോൾ വൈജയന്തി എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുകയാണ്. കാരണം മക്കളും അപ്പനും എല്ലാവരും ഒന്നാന്നുള്ള കാര്യം മനസ്സിലായി വൈജയന്തിക്കിട്ട്. ഓരോ ദിവസം ചെല്ലും വൈജയന്തിക്ക് ഇടിവിട്ട് പണി തന്നെ കിട്ടിക്കൊണ്ടിരിക്കണേ. അതിൻ്റെ കഥകളാണ് കാണുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.